ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ സലാർ. പ്രഭാസിനെ നായകനാക്കി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത പൃഥ്വിരാജ്, ജഗപതി ബാബു, ശ്രുതി ഹസൻ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തിയ സലാർ പാർട്ട് 1 സീസ് ഫയറിന്റെ ആദ്യ ദിവസത്തെ ആദ്യ പ്രതികരണങ്ങൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു ആദ്യ പ്രദർശനം ആരംഭിക്കപ്പെട്ടത്. കേരളത്തിൽ ആദ്യ പ്രദർശനം ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ആരംഭിക്കപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെ പ്രേക്ഷകരെ അറിയിച്ച സിനിമയുടെ ആദ്യ പകുതി റെസ്പോൺസ് വീഡിയോയിൽ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ആദ്യ പകുതിക്ക് ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായങ്ങൾ സിനിമ നേടിയെടുത്തിരിക്കുന്നു. രണ്ടാം പകുതിക്ക് ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മികച്ച അഭിപ്രായങ്ങൾ നാം പ്രതീക്ഷിക്കുന്നുവെന്ന്. എന്നാൽ അങ്ങനെ ഒരു അഭിപ്രായമേ അല്ല സലാറിനെ കുറിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മിക്സഡ് അഭിപ്രായങ്ങളാണ് രണ്ടാം പകുതിയെക്കുറിച്ച് കൂടുതലായിട്ട് നാം ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ പകുതി ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത സലാർ എന്ന സിനിമയുടെ രണ്ടാം പകുതി നല്ല രീതിയിൽ താഴേക്ക് പോയിരിക്കുന്നു. ആകെ ഇന്റർവെൽ പഞ്ച് പോലെ തന്നെ ഒരു ക്ലൈമാക്സ് പഞ്ചും മികച്ചു നിൽക്കുന്നു എന്നൊരു അഭിപ്രായമാണ് സലാർ എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ സലാറിന്റെ ആദ്യ ദിവസത്തെ പ്രതികരണങ്ങൾ നോക്കുകയാണെങ്കിൽ ആവറേജ് കണ്ടിരിക്കാം തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം ഇനി കഥയിൽ പുതുമ ഒന്നും തന്നെ വേണ്ടാത്ത KGF പോലൊരു മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മാത്രം ഉറ്റുനോക്കുന്നവർക്ക് സിനിമ മികച്ച അനുഭവം നൽകും എന്ന് കൂടി അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ഒരു സൈഡിൽ പ്രഭാസിന്റെ ആരാധകരിൽ നിന്നും ഒപ്പം തന്നെ അന്യഭാഷ പെയ്ഡ് ട്രാക്കേഴ്സിൽ നിന്നെല്ലാം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങളും സിനിമ നേടിയെടുക്കുന്നുണ്ട്. എന്നാൽ പൊതുവെയുള്ള സിനിമാ നിരൂപകരിൽ നിന്ന് നാം പതിവായിട്ട് നോക്കുന്ന സിനിമാ നിരൂപകരിൽ നിന്നുള്ള അഭിപ്രായ പ്രകാരമാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആദ്യ പകുതിയുടെ ലെവലിലേക്ക് പോലും രണ്ടാം പകുതി എത്തപ്പെട്ടിട്ടില്ല എന്ന്. നേരത്തെ സിനിമയുടെ ആദ്യ പകുതി റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ സിനിമയുടെ രണ്ടാമത്തെ ഹാഫിൽ എന്ത് ബിൽഡപ്പ് ആയിരിക്കും നൽകുക എന്നൊരു ആകാംക്ഷ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ആദ്യ പകുതി അവസാനിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ സലാറിന്റെ പാർട്ട് 1 സീസ് ഫയർ പൂർത്തിയാകുമ്പോൾ രണ്ടാം ഭാഗത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നൊരു ആകാംക്ഷ മുൻനിർത്തിയാണ് ആദ്യ ഭാഗം അവസാനിക്കുന്നത്. അതുപോലെ പ്രശാന്ത് നീൽ സിനിമകളുടേതുപോലെ മേക്കിംഗ് മികവും ടെക്നിക്കൽ മികവെല്ലാം തന്നെ മികച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ പൃഥ്വിരാജിന്റെയും പ്രഭാസിന്റെയും വളരെ മികച്ച പ്രകടനം തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ ചിത്രത്തിനെ കുറിച്ചുള്ള വലിയ പോസിറ്റീവ് ഘടകമായിട്ട് നാം കേൾക്കുന്നുണ്ട്. കൂടാതെ ആക്ഷൻ രംഗങ്ങൾക്കും മികച്ച അഭിപ്രായങ്ങളായിരുന്നു സിനിമ നേടിയെടുത്തത്. അതേസമയം സലാറിന്റെ BGM ഒരു അല്പം ലൗഡാണ് തുടങ്ങിയൊരു അഭിപ്രായം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ സലാർ എന്ന സിനിമയുടെ അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ നാം പ്രതീക്ഷിച്ചൊരു പോസിറ്റീവ് അഭിപ്രായങ്ങളല്ല സലാർ ആദ്യ ദിവസം സിനിമാ നിരൂപകരിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത്. അതല്ലാതെയുള്ള ആരാധകരെല്ലാം തന്നെ സിനിമ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു. ഈ ആവറേജ് കണ്ടിരിക്കാം തുടങ്ങിയ അഭിപ്രായങ്ങൾ കൊണ്ട് പോലും സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ മികച്ച കോടികൾ വാരിയെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ കാരണം സിനിമയിലെ നായകൻ പ്രഭാസാണ്. അപ്പോൾ ഹോംബാലെ ഫിലിംസിന്റെ സലാർ എന്ന സിനിമയുടെ പ്രതിദിന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കും.